സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്ത ശേഷം അവരെ കറിവേപ്പില പോലെ പിണറായി വലിച്ചെറിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ദേവദൂതനെ പോലെ അവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെട്ട മധ്യവർഗമാണ് ഇത്രയും കാലം പിണറായിയെ താങ്ങി നിർത്തിയിരുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചപ്പോൾ തകർന്നത് പിണറായിയുടെ മനസ്സാണ്. മധ്യവർഗത്തിന് ഏറെ ആശ്വാസം നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഇളവ് പരിധി 3 ലക്ഷത്തിൽ നിന്ന് 4 ഇരട്ടിയായാണ് ഉയർത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിൽ നികുതി ഇളവ് പ്രതീക്ഷിച്ചിടത്താണ് 12 ലക്ഷം ലഭിച്ചിരിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണിത്. പുതിയ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതോടെ ഈ സ്ലാബിൽ വരുന്നവർക്ക് 80,000 മുതൽ 1.1 ലക്ഷം രൂപ വരെ ലാഭിക്കാം. 12 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്കാണ് 80,000 വരെ ലാഭിക്കാൻ സാധിക്കുന്നത്. 25 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 1.1 ലക്ഷം വരെയും 12 ലക്ഷത്തിന് മുകളിൽ 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതിയായിരിക്കും നൽകേണ്ടത്. 9 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15% നികുതി നൽകേണ്ടത്. 16 മുതൽ 20 ലക്ഷം വരെ 20%, 24 ലക്ഷത്തിന് മുകളിൽ 30%, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയാൽ 12.75% വരെ നികുതി ഉണ്ടാകില്ല. ആദായ നികുതിയിൽ പുതിയ ബിൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കും. ആദായ നികുതി ഘടന ലഘൂകരിക്കും. ആദായ നികുതിദായകരുടെ സൗകര്യം പരിഗണിക്കും. ടാക്സ് ഡിഡക്ഷൻ സ്കീം ഘടനയിൽ മാറ്റം വരുത്തും. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി ഉയർത്തി. മുതിർന്ന പൗരന്മാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 1 ലക്ഷമാക്കി. ആദായ നികുതി കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ല. വീട്ടുവാടക നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി. രാജ്യത്തെ നികുതിദായകരിൽ 72% പുതിയ നികുതി ഘടനയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 28% ആളുകളെ പുതിയ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരാൻ ബജറ്റിലൂടെ സർക്കാർ ശ്രമിച്ചേക്കും. പുതിയ നികുതി ഘടനയിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ ഇപ്രകാരമാണ്. പഴയ നികുതി ഘടനയുടെ സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ടാണ് 2020 കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാർ പുതിയ നികുതി ഘടന നടപ്പാക്കിയത്. എന്നാൽ തുടക്കത്തിൽ ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. പിന്നീട് സർക്കാർ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയതോടെ പുതിയ നികുതി ഘടന തിരഞ്ഞെടുക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറായതായി കണക്കുകൾ സൂചന നൽകുന്നു. ടാക്സ് എക്സംപ്ഷൻസ്, ഡിഡക്ഷൻസ് എന്നിവയല്ലാതെ ലളിതമാണ് പുതിയ നികുതി ഘടന. നിലവിൽ 28% നികുതിദായകർ എക്സംപ്ഷൻ ഓർ ഡിഡക്ഷൻ നടത്താൻ സാധിക്കുന്ന പഴയ നികുതി ഘടനയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഭാഗത്തെ കൂടി പുതിയ നികുതി ഘടന തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ പുതിയ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് പ്രതീക്ഷകളാണ് നൽകിയിരിക്കുന്നത്. നികുതി നിരക്കുകൾ കുറച്ചാൽ അത് രാജ്യത്തെ മധ്യവർഗത്തിനും ശമ്പള വരുമാനമുള്ള നികുതിദായകർക്കും ആശ്വാസം പകരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കൂടാതെ ഇതിലൂടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായി മാറുകയും ചെയ്യും. ഒഴിവാക്കാൻ സാധിക്കാത്ത പ്രൊഫഷണൽ ചെലവുകൾ അടക്കം അഭിമുഖീകരിക്കാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി നിലവിലെ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്.